ഹായ് മക്കളെ, 2026 ജെഇ മെയിൻ ഫേസ് 1 ജനുവരി 24 നടന്ന ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. വാലൻസ് ബോണ്ട് തിയറിയിൽ എന്ന് പറയുന്ന സബ് ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് ചോദ്യം ഒന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ. സ്റ്റേറ്റ്മെന്റ് 1. Hybridization, shape and spin-only magnetic moment of K3CO3 times K3CO3 thrice is sp3d2 octahedral and 4.9 Bohr magnet respectively. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു കോംപ്ലക്സുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? 1. അവന്റെ ഹൈബ്രിഡൈസേഷൻ. 2. അവൻ്റെ ജോമെട്രി. 3. അവൻ്റെ മാഗ്നറ്റിക് മൊമെന്റ്. ഈ 3 കാര്യങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമുക്ക് ചെയ്തു നോക്കാം. സെൻട്രൽ മെറ്റൽ എടുക്കാം. ആരാണ് സെൻട്രൽ മെറ്റൽ? സ്റ്റേറ്റ്മെന്റ് 1 ആണ് നമ്മൾ ആദ്യം ചെയ്തു നോക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ നമുക്ക് നോക്കാം. സെൻട്രൽ മെറ്റൽ കൊബാൾട്ട് ആണ്. കൊബാൾട്ട് ഇരിക്കുന്നത് കൊബാൾട്ട് 3+ എന്ന് പറയുന്ന ഫോമിലാണ് അല്ലെ? കൊബാൾട്ട് 3+ന്റെ കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് 3d6ലാണ്. അപ്പൊ 3d6 എന്ന് പറയുമ്പോൾ 5 ഡി ഓർബിറ്റലുകളിൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാവുക. കാർബണേറ്റ് പോലൊരു ലിഗാൻഡിന് പെയറിംഗ് പോസിബിൾ അല്ല എന്നതുകൊണ്ട് തന്നെ ഈ കാണിച്ചിരിക്കുന്ന 3D ഓർബിറ്റലുകൾ ഒരിക്കലും ഹൈബ്രിഡൈസേഷൻ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് 4s ഓർബിറ്റലും 4p ഓർബിറ്റലും 4d ഓർബിറ്റലും ചേർന്നിട്ടായിരിക്കണം. Therefore the hybridization will be sp3d2. കാരണം പെയറിംഗ് നടക്കുന്നില്ലല്ലോ. അപ്പൊ ഔട്ടർ ഡി ഓർബിറ്റൽ ആണല്ലോ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. sp3d2 റെഡി അല്ലേ? കാരണം നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് അവൈലബിൾ അല്ല എങ്കിൽ 4s ഓർബിറ്റൽ ഉണ്ട്, 4p ഓർബിറ്റൽ ഉണ്ട് ആൻഡ് 4d ഓർബിറ്റൽ കൂടി ഉണ്ടാവും. റെഡി അല്ലേ? 4s 4p ആൻഡ് 4d. അപ്പോൾ ഒരു 4sഉം 3 4pയും 2 4dയും ചേർന്നാണ് sp3d2 ആയിട്ട് മാറുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി. sp3d2 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒക്ടാഹീഡ്രൽ ജോമെട്രിയാണ് ഉണ്ടാവുക. ഒക്ടാഹീഡ്രൽ ആണ്, അതിലും സംശയമൊന്നുമില്ല. ഇനി മാഗ്നറ്റിക് മൊമെന്റിന്റെ കേസിലേക്ക് നമ്മൾ വരുമ്പോൾ ഒക്ടാഹീഡ്രൽ അല്ലെ? എത്ര അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ട്? ഈ കാണിച്ചിരിക്കുന്ന 4 പേരും അൺപെയർഡ് ആണ്. അപ്പൊ n=4 ആ. n=4 ആണെങ്കിൽ ബോർ മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരിക്കണം? n=4 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് μ എത്രയായിരിക്കും? 4.9 ബോർ മാഗ്നറ്റൺ ആയിരിക്കും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്കറിയാം അല്ലേ? കാരണം നമ്മളിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. μ √n+2 ബോർ മാഗ്നറ്റൺ എന്ന് പറഞ്ഞ് n-ന്റെ വാല്യൂ 4 കൊടുത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് 4.9 തന്നെയാണ്. കാരണം നമുക്ക് ഈ n= എത്രയാണെന്ന് അറിഞ്ഞാൽ n-ന്റെ വാല്യൂ എത്രയാ, അൺപെയർഡ് ഇലക്ട്രോൺ എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2. Geometry, hybridization and spin-only magnetic moment values of NiCN4 2-, MnBr4 2-, COF6 3- respectively are square planar, tetrahedral, octahedral, DsP2, sp3, sp3d2, 0, 5.9, 4.9. കുറച്ചധികം കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. പുതിയൊരു പേജ് എടുക്കാം. ഓക്കെ, 3 കോംപ്ലക്സുകളാണ് അതിലുള്ളത്. ഒന്ന് NiCN4 2-. NiCN4 2- എന്ന് പറയുന്നതിൽ നിക്കൽ ഇരിക്കുന്നത് നിക്കൽ 2+ എന്ന് പറയുന്ന ഫോമിലാണ്. നിക്കൽ 2+ന്റെ കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് 3d8ലാണ്. 3d8 എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5. അപ്പൊ 8 ഇലക്ട്രോണുകൾ ഡി ഓർബിറ്റലിൽ ഒക്യുപ്പൈ ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കും. കൂടെയുള്ളത് ആരാ? CN എന്ന് പറയുന്ന സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പൊ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ പെയറിംഗ് നടക്കും. പെയറിംഗ് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും ആസ് എ റിസൾട്ട് ഈ ഡി ഓർബിറ്റൽ അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പൊ 3Dയിലെ ഒരു ഓർബിറ്റൽ അവൈലബിൾ ആവും. ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാ? കോർഡിനേഷൻ നമ്പർ 4 ആ. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ sp3 ആവാം അല്ലെങ്കിൽ
DsP2 ആവാം. അപ്പൊ ഇവിടെ ഈ ഇന്നർ ഡി ഓർബിറ്റൽ അവൈലബിൾ ആവും എന്നതുകൊണ്ട് തന്നെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? DsP2 ആയിരിക്കും. DsP2 ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ജോമെട്രി എന്തായിരിക്കണം? സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. സ്ക്വയർ പ്ലാനാർ ആണ്, ജോമെട്രി സ്ക്വയർ പ്ലാനാർ. റെഡി അല്ലേ? എത്ര അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ട്? n=0 ആണ്. അൺപെയർഡ് ഇലക്ട്രോണുകൾ ഇല്ല. അൺപെയർഡ് ഇലക്ട്രോണുകൾ ഇല്ല എങ്കിൽ മാഗ്നറ്റിക് മൊമെന്റും എത്ര തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ NiCN4 2- ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്. സ്ക്വയർ പ്ലാനാർ ആണ്, DsP2 ആണ്, 0 ആണ്. ഇനി അടുത്തത് MnBr4 2-. അവിടെ മാംഗനീസ് ഇരിക്കുന്നത് മാംഗനീസ് 2+ എന്ന് പറയുന്ന ഫോമിലാണ്. മാംഗനീസ് 2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് 3d5-ലാണ് അല്ലെ? 3d5 എന്ന് പറയുമ്പോൾ ഡി ഓർബിറ്റലുകൾ എല്ലാം എന്തായിരിക്കണം? ഹാഫ് ഫിൽഡ് ആയിരിക്കണം. എല്ലാ ഡി ഓർബിറ്റലുകളും സിംഗിളി ഒക്യുപ്പൈഡ് ആയിരിക്കണം, അഥവാ ഹാഫ് ഫിൽഡ് ആയിരിക്കണം. ബ്രോമിൻ ഹാലോജനുകൾ നോർമലി വീക്ക് ഫീൽഡ് ലിഗാൻഡുകളായിട്ടാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് പെയറിംഗ് നടക്കില്ല. സോ ഇവിടെയും കോർഡിനേഷൻ നമ്പർ എത്രയാ വരുന്നത്? 4 തന്നെയാണ് വരുന്നത്. കോർഡിനേഷൻ നമ്പർ 4 വന്നാൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ sp3 ആവാം, അല്ലെങ്കിൽ DsP2 ആവാം. അപ്പൊ ഇവിടെ DsP2 ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, കാരണം പെയറിംഗ് നടക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? പെയറിംഗ് ഇല്ല. സോ ഇറ്റ് മസ്റ്റ് ബി sp3. sp3 ആണ്. sp3 ആണെങ്കിൽ ജോമെട്രി എന്തായിരിക്കണം? ടെട്രാഹിഡ്രൽ ആയിരിക്കണം. റെഡി അല്ലേ? അൺപെയർഡ് ഇലക്ട്രോണുകൾ എണ്ണം 5 ആണ്. അൺപെയർഡ് ഇലക്ട്രോണുകൾ എണ്ണം 5 ആണെങ്കിൽ മ്യൂ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരിക്കണം? 5.9 ബോർ മാഗ്നറ്റൺ ആയിരിക്കണം. ഡൺ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ? MnBr4 2- ടെട്രാഹിഡ്രൽ ആണ്, കറക്റ്റ് ആണ്. sp3 ആണ്, കറക്റ്റ് ആണ്. 5.9 ആണ് മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് COF6 2- ആണോ? 3- ആണോ? 3- ആണ്. അപ്പൊ കൊബാൾട്ട് 3+ ആയിട്ടാണ് കൊബാൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. കൊബാൾട്ട് 3+ന്റെ കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് 3d6-ലാണ്. 3d6 എന്ന് പറയുമ്പോൾ 5 ഡി ഓർബിറ്റലുകളിൽ 6 ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? ഒക്യുപ്പൈ ചെയ്യണം. കൂടെയുള്ളത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ ഇസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. അതുകൊണ്ട് തന്നെ എന്ത് നടക്കുന്നില്ല? പെയറിംഗ് നടക്കുന്നില്ല. ഇന്നർ ഡി ഓർബിറ്റലുകൾ അവൈലബിൾ ആകില്ല ഹൈബ്രിഡൈസേഷൻ. ആൻഡ് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ്, കാരണം നമുക്കറിയാലോ F6 ആണ്. കോർഡിനേഷൻ നമ്പർ 6 ആണ്. 2 പോസിബിലിറ്റീസ് ആണല്ലോ, ഒന്നുകിൽ sp3 D2 അല്ലെങ്കിൽ D2 sp3. സോ ഇന്നർ ഡി ഓർബിറ്റലുകളിൽ പെയറിംഗ് നടക്കില്ല എന്നുള്ളത് തന്നെ ഇന്നർ ഡി ഓർബിറ്റൽ ഒരിക്കലും ഹൈബ്രിഡൈസേഷൻ അവൈലബിൾ ആവില്ല. അപ്പൊ ഇവന് പോസിബിൾ ആവുന്ന ഒരേ ഒരു ഹൈബ്രിഡൈസേഷൻ ഔട്ടർ ഡി ഓർബിറ്റലുകളെ ഉപയോഗിച്ച് sp3 D2 നടത്താം. അപ്പൊ ജോമെട്രി എന്തായിരിക്കണം? ഒക്ടാഹൈഡ്രൽ ആയിരിക്കണം. അൺപെയർഡ് ഇലക്ട്രോണുകൾ എണ്ണം എത്രയാ? 4. ശരിയല്ലേ? ഈ 4 പേരല്ലേ അൺപെയർഡ് ആയിട്ടുള്ളൂ? ആണ്. സോ മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി അപ്രോക്സിമേറ്റ്ലി 4.9 ബോർ മാഗ്നറ്റൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n × n+2 എന്നുള്ള ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇറ്റ് വിൽ ബി 4.9 ഓൺലി. ഓക്കെ അല്ലേടാ മക്കളെ? റെഡി അല്ലേ അത്? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാ. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ.